2007 ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തിൽ ഇറ്റാലിയൻ ക്ലബ്ബായ AS റോമ സ്വന്തം തട്ടകത്തിൽ വെച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. കൂടാതെ അന്ന് സ്റ്റേഡിയത്തിൽ യുണൈറ്റഡ് ആരാധകരെ റോമക്കാർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഇത് കലാപമായി വരെ മാറി. ദിവസങ്ങൾക്കിപ്പുറം രണ്ടാം പാദത്തിനായി AS റോമ മാഞ്ചസ്റ്ററിലെത്തി. യുണൈറ്റഡ് താരങ്ങളും ആരാധകരും പകവീട്ടാൻ കാത്തിരിക്കുകയാണ്. അതിനിടയിൽ വാർത്താസമ്മേളനത്തിനിടെ റോമ നിരയിലെ ഏറ്റവും അപകടകാരിയായ താരം ഡാനിയേലെ ഡി റോസിയാണെന്ന് അലക്സ് ഫെർഗ്യൂസൺ പറഞ്ഞു. ഒരു മാധ്യമപ്രവർത്തകൻ ഉടൻ തിരിച്ചു ചോദിച്ചു, അപ്പോൾ ഫ്രാൻസിസ്കോ ടോട്ടിയോ? ഉടൻ തന്നെ ഫെർഗ്യൂസൺ തിരിച്ചു പറഞ്ഞു, ആരാണ് അയാൾ? എനിക്കറിയില്ല. ഫ്രാൻസിസ്കോ ടോട്ടി അന്ന് റോമ ടീമിലെ സൂപ്പർ താരവും അതിലുപരി ക്യാപ്റ്റനുമാണ്. ഫെർഗ്യൂസന്റെ മറുപടി ടോട്ടിയെ ക്ഷുഭിതനാക്കി. മിസ്റ്റർ ഫെർഗ്യൂസൺ, ടോട്ടി ആരാണെന്ന് നിങ്ങൾ അറിയൂ. എന്റെ പേര് ഒരിക്കലും മറക്കാതിരിക്കാനായി മൈതാനത്ത് ഞാൻ ശ്രമിക്കും, ടോട്ടി പ്രതികരിച്ചു. അങ്ങനെ രണ്ടാം പാദത്തിനായി അരങ്ങൊരുങ്ങി. പക്ഷേ അന്ന് ഓൾഡ് ട്രാഫോർഡിലിട്ട് റോമയെ യുണൈറ്റഡ് തീർത്തു കളഞ്ഞു. ക്രിസ്ത്യാനോ റൊണാൾഡോയും വെയിൻ റൂണിയും കാരിക്കുമെല്ലാം അരങ്ങു തകർത്ത മത്സരത്തിൽ 7-1 യുണൈറ്റഡിന്റെ വിജയം. റോമ ആകെ നേടിയ ഗോൾ നേടിയതാകട്ടെ ഡി റോസിയുമായിരുന്നു. ഡി റോസി ടോട്ടിയേക്കാൾ മികച്ചവനാണെന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ട. ഫുട്ബോളിലെ രസകരമായ ഒരു സംഭവം പറഞ്ഞെന്നേയുള്ളൂ.